എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ക്വിസിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സമുദ്രമാർഗം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം 1498 മെയ് 21. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം പോർച്ചുഗീസുകാർ. 1741 മാർത്താണ്ഡവർമ്മയുമായുള്ള ഏത് യുദ്ധത്തിലാണ് ഡച്ചുകാരുടെ പതനം പൂർത്തിയായത്? ഉത്തരം കുളച്ചൽ യുദ്ധം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥം? ഹോർത്തുസ് മലബാറിക്കസ്. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യർ? ഉത്തരം ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം? 1954. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ച 1757 യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആര്? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. 1829 സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. ഇന്ത്യയിൽ തപാൽ റെയിൽവേ സമ്പ്രദായങ്ങൾ ആരംഭിച്ച വൈസ്രോയി ആര്? ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ മൈസൂർ ഭരണാധികാരികൾ ആരെല്ലാം? ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനും. കുറിച്യ സഹായത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച നാട്ടുരാജാവ് ആര്? കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്, ഈസ്റ്റ് ഹിൽ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കണ്ണൂർ. കേരള സിംഹം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? KM പണിക്കർ. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട ദിവാൻ? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച വർഷം? 1809. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. ഈ കലാപം അഞ്ചുതെങ്ങ് കലാപം എന്നും അറിയപ്പെടുന്നു. ദേശീയ രക്തസാക്ഷി ദിനം? ജനുവരി 30. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം? ജനുവരി 30. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? മംഗൽ പാണ്ഡെ. ജാലിയൻവാലാബാഗിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കൊളുത്തിവെച്ചിരിക്കുന്ന അഗ്നികുംഭം? അമർ ജ്യോതി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം? ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിനു കീഴിലായി സ്ഥാപിച്ച യുദ്ധസ്മാരകം? അമർ ജവാൻ ജ്യോതി. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ? ഉത്തർപ്രദേശിലെ മീററ്റ്. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഝാൻസി റാണി അല്ലെങ്കിൽ മണികർണിക. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം? നാനാ സാഹിബ്. ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ഉത്തരം ഡൽഹൌസി പ്രഭു. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര്? അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെങ്കിൽ AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം? മുംബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാം പ്രസിഡന്റ് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏക മലയാളിയായ പ്രസിഡന്റ്? C. ശങ്കരൻ നായർ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ്. സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെ? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യാനും വിചാരണയില്ലാതെ തടവിൽ വയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ ആക്ട്? 1919 റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിനെതിരെ നടത്തിയ പ്രക്ഷോഭം കലാശിച്ച ദാരുണ കൂട്ടക്കൊല? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1916 പൂനെ കേന്ദ്രീകരിച്ച് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പ്രസ്ഥാനം? ഹോം റൂൾ പ്രസ്ഥാനം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലകൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി? ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ? മൈക്കൽ ഒ ഡയർ. മൈക്കൽ ഒ ഡയറിനെ വധിച്ച ധീര ദേശസ്നേഹി ആര്? ഉദ്ധം സിംഗ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1919. ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ച അലി സഹോദരന്മാർ ആരൊക്കെ? ഉത്തരം മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1920. മലബാർ കലാപം നടന്ന വർഷം? 1921. മലബാർ കലാപത്തോടനുബന്ധിച്ച് നടന്ന ദുരന്തം? വാഗൺ ട്രാജഡി. വാഗൺ ദുരന്തം നടന്ന വർഷം? 1921 നവംബർ 10. മാപ്പിള കലാപം അറിയപ്പെടുന്ന സമരം? മലബാർ കലാപം. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത്? കെ മാധവൻ നായർ. ചൗരി ചൗര സംഭവം നടന്ന വർഷം? 1922 ഫെബ്രുവരി 5. ചൗരി ചൗര എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തർപ്രദേശ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച സംഭവം? ചൗരി ചൗര സംഭവം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? 1930 മാർച്ച് 12. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ ആലപിച്ച ഗാനം? രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനം. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമം. ഏത് കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പുകുറുക്കി സമരം നടത്തിയത്? ദണ്ഡി കടപ്പുറം. കണ്ണൂർ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന ഉപ്പു സത്യാഗ്രഹ ഗാനം രചിച്ചത് ആര്? അംശി നാരായണ പിള്ള. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ലാലാ ലജ്പത് റായിയെ ലാത്തി കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പോലീസ്? ഉത്തരം സാൻഡേഴ്സ്. 1928 സാൻഡേഴ്സിനെ വധിച്ചത് ആര്? ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? 1931 മാർച്ച് 23. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത്? ഉത്തരം ഭഗത് സിംഗ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് ആര്? അല്ലാമ ഇക്ബാൽ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം? 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എപ്പോൾ? ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ അനുനായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യ പാക് വിഭജന സമയത്തെ വൈസ്രോയി? മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യ പാക് അതിർത്തി നിർണയ രേഖ വരച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ? ഉത്തരം സിരിൽ റോഡ്ക്ലിഫ്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ബഹ്റിൻ, കോങ്കോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏകമകൾ ആര്? ഇന്ദിര പ്രിയദർശിനി. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു.
കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ നേതാവ് നെഹ്റു. ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റു. ശിശുദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 14. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം 1964 മെയ് 27. സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. എൻ്റെ ഗുരുനാഥൻ എന്ന നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? രവീന്ദ്രനാഥ ടാഗോറിനെ. ഗീതാഞ്ജലി, കാബൂളിവാല എന്നീ കൃതികൾ ആരുടേത്? രവീന്ദ്രനാഥ ടാഗോർ. മറാഠി, കേസരി എന്നീ പത്രങ്ങൾ നടത്തിയത് ബാലഗംഗാധര തിലക്. ആദരപൂർവം ജനങ്ങൾ ലോകമാന്യ എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം ബാലഗംഗാധര തിലക്. സരോജിനി നായിഡുവിൻ്റെ ഭാരതകോകിലം അല്ലെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ ഉറുദു ദിനപത്രങ്ങളുടെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥ? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട വർഷം 1906 ധാക്കയിൽ. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവ് ആഖാ ഖാൻ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഗാന്ധിജി സർദാർ നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി രൂപം നൽകിയ സംഘടന? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ? പീറ്റർ മാരിറ്റ്സ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമങ്ങൾ ഏതൊക്കെ? ഫീനിക്സ് സെറ്റിൽമെൻറ്റ്, ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോൾ? 1915 ജനുവരി 9. ജനുവരി 9 ഇന്ത്യ ഏത് ദിവസമായാണ് ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം 1920. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. ബാപ്പു, മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 2. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.